എല്ലാവിധമായ പീഡനങ്ങളും ഏറ്റുവാങ്ങുന്ന ഇന്ത്യൻ സമൂഹത്തിന്റെ ഒരു പരിച്ഛേദം ഈ വേദിയിലുണ്ട്. കർണാടകയുടെ മണ്ണിൽ നിന്ന്, രാജസ്ഥാന്റെ മണ്ണിൽ നിന്ന്, ബീഹാറിന്റെ മണ്ണിൽ നിന്ന്, ഉത്തർപ്രദേശിന്റെ മണ്ണിൽ നിന്ന്, അങ്ങ് പശ്ചിമബംഗാളിന്റെ മണ്ണിൽ നിന്ന് പോലും, അങ്ങനെ ഇന്ത്യയിലെ എല്ലാ സാമൂഹിക ഭൂപ്രദേശങ്ങളിൽ നിന്നും അതിന് പ്രതികരിച്ചുകൊണ്ട് ഇവിടെത്തപ്പെട്ടവർ എവിടെയെങ്കിലും നൂലിൽ കെട്ടിയിറക്കിയ നേതൃത്വമല്ല എന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം. കഴിഞ്ഞ 20 വർഷക്കാലം ഇന്ത്യൻ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാൻ ഇന്ത്യയിലെ ഗ്രാമങ്ങളിലേക്ക് യാത്ര ചെയ്തവർ, ഇന്ത്യയിലെ മർദ്ദയോടൊപ്പം അന്തിയുറങ്ങിയവർ, അവരുടെ ജീവിത തുടിപ്പുകൾ തിരിച്ചറിഞ്ഞവർ തീർച്ചയായും ഈ രാജ്യത്തിന്റെ യഥാർത്ഥ രാഷ്ട്രീയ നേതൃത്വമാണ് ഈ വേദിയിൽ ഇരിക്കുന്നത് എന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക. ഒരുപക്ഷേ കുട്ടും കുരുവയുമില്ലാതെ, അല്ലെങ്കിൽ മാധ്യമ പിന്തുണയില്ലാതെ ഒരുപക്ഷെ ഇന്ന് ഈ തൃശൂർ ടൗൺ ഹാളിലേക്ക് അവർ എത്തിപ്പെടുന്നു എങ്കിൽ തീർച്ചയായും ഭാവി ഇന്ത്യ ഈ അബു സാഹിബിന്റെയും അതേപോലെ നാഷണൽ ലീഡേഴ്സിന്റെയും മുൻപിലേക്ക് അഭിമുഖങ്ങൾക്ക് അവരുടെ ഒരു വാക്കിന് വേണ്ടി, അവരുടെ ഇന്റർവ്യൂവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കാലഘട്ടം വരാൻ പോവുകയാണ്. കാരണം ഇത് യഥാർത്ഥമായൊരു മൂവ്മെന്റാണ്, ഒരു പ്രസ്ഥാനമാണ്. കേവലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെ, കേവലം കോൺഗ്രസിനെ പോലെ, BJP-യെ പോലെ, അതല്ലെങ്കിൽ ഇന്ത്യയിലെ മർദ്ദിതരുടെ വിമോചന പ്രസ്ഥാനങ്ങളായി മുന്നോട്ട് വന്ന, ജാതി സമവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് വന്ന അങ്ങ് നോർത്ത് ഇന്ത്യയിലെ പ്രസ്ഥാനങ്ങൾ, വ്യക്തിയാധിഷ്ഠിതമായി പോയ പ്രസ്ഥാനങ്ങൾ, ആ പ്രസ്ഥാനങ്ങളെ പോലെ കേവലം MLA-മാരാകാൻ, MP-മാരാകാൻ, പഞ്ചായത്ത് മെമ്പർമാരാകാൻ മാത്രമല്ല, അത് വെറും ഒരു ഉപകരണം മാത്രമാണ്. അന്തിമമായി ഈ രാജ്യത്ത്